എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ കാന്താരിയിൽ നിറയെ മുളക് നിന്നിരുന്നു. പറിച്ചെടുത്തപ്പോൾ ഏകദേശം 100 ഗ്രാം ഉണ്ടായിരുന്നു. കുറെ അധികം ഉള്ളപ്പോൾ സാധാരണ അച്ചാറാണ് ഉണ്ടാക്കാറ്. അത് വേണ്ടാന്ന് വിചാരിച്ചു. വ്യത്യസ്തമായി ഒന്നുണ്ടാക്കി. എല്ലാവർക്കും ഇഷ്ടമായി. അതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇതിന് ആവശ്യമായ സാധനങ്ങൾ: മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, ശർക്കര ഉരുക്കിയത്, പുളി ഒരു നാരങ്ങ വലിപ്പത്തിൽ, ഒരു വലിയ നാരങ്ങ വലിപ്പത്തിലാവാം, ഉപ്പ് ആവശ്യത്തിന്, വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണ വേണം, വറ്റൽമുളക്, കടുക്, കറിവേപ്പില. നമുക്ക് ആദ്യം പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം. ചെറുതായി ഒന്ന് കഴുകാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കാം. ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ കാന്താരി മുളക്, കഴുകി വൃത്തിയാക്കിയ കാന്താരി മുളക് ഇടുക. ഇതൊന്ന് ഇതിനകത്ത് എണ്ണയിൽ കിടന്നൊന്ന് ചെറുതായിട്ട് കളർ ഒന്ന് മാറണം. തീ കുറച്ച് വെച്ച് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ ചിലപ്പം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പം ചെറുതായിട്ട് കളർ മാറി വന്നിരിക്കുന്നതുണ്ടോ. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർക്കാം. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുകയാണ്. മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാന്താരി മുളക് ആയതുകൊണ്ട് അതിന് നല്ല എരിവ് കാണും. അപ്പൊ ഇത് നിറം വരാൻ വേണ്ടി മാത്രമാണ്. ഒരു 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി ഇത് വീട്ടിലുണ്ടാക്കിയ മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഇടുകയാണ്. ഉലുവാപ്പൊടി അതേപോലെ ഒരു 1/2 ടീസ്പൂൺ. ഇനി ഒന്ന് ഇളക്കണം നന്നായിട്ട്. ഈ എണ്ണയിൽ കിടന്ന് അതൊന്ന് ചെറുതായിട്ട് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറണം. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പുളിവെള്ളം അരിച്ചു വെച്ചതാണ്. അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഈ പുളിവെള്ളത്തിൽ കിടന്ന് അതൊന്ന് കുറുകി വരും. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇപ്പം ചെറുതായി കുറുകി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കാന്താരിമുളകിന്റെ നല്ല കുത്തുന്ന മണമുണ്ട്. ചുമയൊക്കെ വരുന്നു എനിക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചത് ചേർക്കുകയാണ്. ശർക്കര ചേർക്കുമ്പോഴേ ആ പുളിയും എരിവും നമ്മൾ ഉലുവാപ്പൊടി ഇട്ടതിൻ്റെ ഒരു ചെറിയതായിട്ടൊരു കയ്പ്പ് ഇതെല്ലാം കൂടി മാറി ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ശർക്കര ചേർക്കുന്നത്. ശർക്കര നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ചേർക്കുകയാണ്. ഇനി ഇത് ശർക്കര കൂടെ ചേർത്ത് നന്നായി ഒന്ന് തിളയ്ക്കണം. ശർക്കര ചേർത്തതിന് ശേഷം കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം ഒന്ന് തിളയ്ക്കേണ്ടി വരും. ഒന്ന് കുറുകി വരണം അത് ചെറുതായിട്ട്. ഞാനൊരു കഷ്ടിച്ച് 100 ഗ്രാം ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. നമ്മളെടുത്ത മുളകും ഏതാണ്ട് 100 ഗ്രാം ഉണ്ടായിരുന്നല്ലോ. ഇനി ഇതിലേക്ക് ഇതിപ്പോൾ പാകത്തിന് കുറുകി വന്നിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കണം. കറി റെഡി ആയിരിക്കുകയാണ്. ഇനി
നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റണം. ഇത് വെള്ളമയം ഒന്നുമില്ലാതെ നല്ലോണം തുടച്ച് വൃത്തിയാക്കിയ ഒരു സെർവിങ് ഡിഷിലേക്കാണ് മാറ്റേണ്ടത്. ഒരു 3 ദിവസം വരെ ഇത് കേടാവാതെ ഇരിക്കും. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ കേടാവാതെ ഇരിക്കും. ഇഡ്ഡലിയുടെ കൂടെ, ദോശ, കപ്പ, ചോറിന്റെ കൂടെ ഒക്കെ സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു നല്ല കറിയാണ്. എരിവ് ആവശ്യമുള്ളവര് മുളക് ഒന്ന് ഉടച്ചെടുത്ത നല്ല എരിവുണ്ടാകും. വീട്ടിൽ കാന്താരിമുളക് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുമല്ലോ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്തോളൂ.